നേരത്തെ നമ്മൾ ഗട്ടർ റോഡിൽ ഓടുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കണ സമയത്തൊക്കെ ഇങ്ങനെ സൗണ്ട് ടക്ക് 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 ടക്ക്. ആ ടയറോഡിൻ്റെ ഒക്കെ മാറ്റിയ സമയത്ത് ഇപ്പോൾ സൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്. നേരത്തെ രണ്ട് സൈഡിലേക്ക് തിരിക്കണ സമയത്തായിരുന്നു നല്ല സൗണ്ട്. റൈറ്റ് സൈഡിലേക്ക് നേരത്തെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നത്. ആ ഷോക്കിൻ്റെ ഒരു ആട്ടം, റൈറ്റ് സൈഡത്തെ ഷോക്ക് പോയുണ്ടല്ലോ, ആ ഷോക്ക് മാറിയപ്പോൾ ഇപ്പോൾ സൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടൊയോട്ട കൊറോളയാണ് വണ്ടി. കൊറോള അൾട്ടിസ് ഡീസൽ 2012 മോഡലിലാണ് വണ്ടി. അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ, കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് സൗണ്ടായിരുന്നു. റഫ് റോഡിലേക്ക് ഓടുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിരുന്നു കൂടുതൽ സൗണ്ട്. അതുപോലെ സ്റ്റിയറിംഗിൽ നിർത്തിയിട്ട് ഇങ്ങനെ ടേൺ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കാക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിട്ട് സസ്പെൻഷൻ കംപ്ലയിൻ്റ് ആണ് സാധ്യത. സ്റ്റിയറിംഗ് റാക്കിൻ്റെ സൗണ്ടൊക്കെ ആണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കാം. കുറച്ച് ഇടവേളയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. നമ്മൾ ഷോക്കൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. 2 ഷോക്ക് അയച്ചെടുത്തിട്ടുണ്ട്. ഷോക്കിന് 2 മൗണ്ടും പോയിട്ടുണ്ട്. ഈ ഒരു മൗണ്ട് ഭയങ്കര ഷെയ്ക്കാണ്. കണ്ടോ, വീഡിയോയിൽ ഇത്ര ക്ലിയർ ആണെന്നൊന്നും അറിയില്ല. മൗണ്ട് നല്ല ഷെയ്ക്ക് ഉണ്ട്. അത് 2 സൈഡ് ഈ ഒരു മൗണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട, നല്ല ഷെയ്ക്ക് ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡത്തെ ഇതാണ് റൈറ്റ് സൈഡത്തെ ഷോക്ക്. ഈ ഷോക്ക് അബ്സോർബർ കംപ്ലൈൻറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഫുള്ള് ആക്ഷൻ ഉണ്ട്. താഴേക്ക് പ്രസ്സാകും, പക്ഷേ അങ്ങനെ മേലേക്ക് അത്ര പൊങ്ങി വരണമില്ല. ആക്ഷൻ കുറവാണ്. ഇപ്പോൾ ഞാൻ മൗണ്ട് മാറ്റുന്ന സമയത്ത് അയച്ച് കാണിച്ചു തരാം. അതുപോലെ ലോവർ ആമിൻ്റെ ബുഷൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ലോവർ ആമൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. 2 സൈഡ് ലോവർ ആമിൻ്റെ ബുഷ് ഇതുണ്ടാ, ഇത്രയും പൊട്ടിയിട്ടുണ്ട് ലോവർ ആം ബുഷ്. ഈ ബുഷ് ഇനി എന്തായാലും ബുഷായിട്ട് മാറണം. ബുഷ് സിംഗിളായിട്ട് ഇങ്ങനെ മാറാൻ പറ്റും. ഒരു പീസ് കിട്ടും, ഓരോ പീസായിട്ട് കിട്ടും. ലോവർ ആമിൻ്റെ 2 ബുഷ് കിറ്റ്, അതുപോലെ 2 ബുഷ് ഇതാ. ലോവർ ആമിൻ്റെ 2 ബുഷ്, ഫ്രണ്ടിലത്തെ ബുഷ്, അതുപോലെ ഈ ഇവിടെ വരുന്ന ബുഷ് ഇതാ. 2 ലോവർ ആമിൻ്റെയും ഈ ഒരു ബുഷും സാധനം വാങ്ങാൻ കിട്ടും. ഈ ഒരു ബുഷ് 2 നമ്മൾ അയച്ചെടുത്തിട്ട് ലേറ്റിൽ കൊണ്ടുപോയി പ്രസ് ചെയ്ത് കയറ്റണം. അപ്പോൾ ലോവർ ആം ബുഷ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ലോവർ ആം അസംബ്ലി മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പറഞ്ഞാൽ ലോവർ ആമിൻ്റെ 2 ബുഷ് കിറ്റും, ലോവർ ആമിൻ്റെ 2 ബുഷ്, 2 വലിയ ബുഷും 2 ചെറിയ ബുഷും, പിന്നെ സ്റ്റെബിലൈസർ ബാറിൻ്റെ 2 ബുഷും കൂടി. ഈ 3 ബുഷും കൂടി VIRൻ്റെ കമ്പനി വരുന്നത്. VIRൻ്റെ കമ്പനിയെ നമ്മൾ യൂസ് ചെയ്ത് ഇപ്പോൾ 2128 ഇതിൻ്റെ മൊത്തത്തിൽ കിറ്റിന് വരുന്നത്. ഈ 4 കൂടി, ഈ 6 ബുഷും കൂടി ഒരു കിറ്റിലാണ് വരുന്നത്. അതുപോലെ ടൈറോഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ടൈറോഡിൻ്റെ 2 സൈഡും സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് ഒരു ടിക്ക് സൗണ്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടൈറോഡിൻ്റെ പോയിട്ടുണ്ട്. കണ്ടോ, ഒരു സൗണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ടൈറോഡിൻ്റെ പോയിട്ടുണ്ട്. 2 സൈഡിലും പോയിട്ടുണ്ട്. ഞാൻ ഒരു സൈഡ് അയച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളത് ഞാൻ ഇത് അയച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതും കംപ്ലയിൻ്റ് ആണ്. ഇത് മൊത്തം പോയി, ഇതിൻ്റെ ഗ്രീസൊക്കെ പോയിട്ടുണ്ട്. ഇതും സൗണ്ട് ഉണ്ട്. അപ്പോൾ ടൈറോഡിൻ്റെ നമ്മൾ സെറ്റ് മൊത്തം 2 സെറ്റും കൂടി വരുന്നത് പറഞ്ഞാൽ 1492 രൂപയാണ്. ടൊയോട്ട കൊറോള അൾട്ടിസ് ടാൽബ്രോസിൻ്റെ ടൈറോഡിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ അത് കയറ്റിയിടുക. ബാക്കി ലിങ്ക് റോഡ് ഇതൊന്നും കുഴപ്പമില്ല. ലിങ്ക് റോഡൊക്കെ നല്ല ടൈറ്റാണ്. കേട്ടോ, ലിങ്ക് റോഡും കുഴപ്പമില്ല. മേലെ ഭാഗവും താഴെ ഭാഗമൊക്കെ നല്ല ടൈറ്റാണ്. അതുപോലെ സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷ് ഇത് നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിത് മാറണില്ല. പഴയ കിറ്റിൽ വരുന്നുണ്ട്. ലോവർ ആമിൻ്റെ ബുഷിൻ്റെ കിറ്റിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് ആ സാധനം. അപ്പോൾ നമ്മൾ മാറണില്ല. അത് ഓൾറെഡി ഉള്ളത് നല്ല ടൈറ്റ് ആയതുകൊണ്ട് അത് മാറുന്നില്ല. അതുപോലെ ഷോക്കിൻ്റെ 2 മൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഷോക്കിൻ്റെ 2 മൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ. ഈ ഷോക്കിൻ്റെ 2 മൗണ്ട് വരുന്നുണ്ട്. ഇതാ ഈ ബെയറിങ് വിത്ത് ഇതിൻ്റെ ബുഷും അതുപോലെ ഈ അടിഭാഗത്ത് ബെയറിങ് അടക്കാണ് വരുന്നത്. ഈ മൗണ്ടിന് റേറ്റ് വരുന്നത് പറഞ്ഞാൽ, ഷോക്ക് മൗണ്ടിൻ്റെ റേറ്റ് വരുന്നത് ഇതാ, ഒരെണ്ണത്തിന് 2018 രൂപ വരുന്നുണ്ട് കേട്ടോ. അതും VIRൻ്റെ കമ്പനിയുടെ സാധനമാണ്. കേട്ടോ, 2018 ഒന്നിന് റേറ്റ് വരുന്നത്. അതുപോലെ 2 സൈഡത്തെ ഷോക്കിൻ്റെ മൗണ്ടും മാറണം. അപ്പോൾ അതൊക്കെ മാറിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലോവർ ആം ബുഷ് കിറ്റ്. ബാക്കി വേറെ വലിയ കുഴപ്പമില്ല. സസ്പെൻഷനിൽ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഷോക്ക് ഒരു സൈഡ് ഷോക്ക്, ഈ റൈറ്റ് സൈഡത്തെ ഒരു ഷോക്കും അതുപോലെ ലെഫ്റ്റ് സൈഡത്തെ ഷോക്കിൻ്റെ മൗണ്ടും, 2 സൈഡ് ഷോക്കിൻ്റെ മൗണ്ടുമാണ് മാറേണ്ടത്. അബ്സോർബർ റൈറ്റ് സൈഡത്തെ ഈ ഷോക്ക് അബ്സോർബർ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോക്ക് അബ്സോർബർ പുതിയത് വരുത്തിച്ചിട്ടുണ്ട്. ഇതാണ് റൈറ്റ് സൈഡ് ഷോക്ക് അബ്സോർബർ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇതാ 3300 രൂപയാണ് റേറ്റ് വരുന്നത്. 3300 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡത്തെ ഷോക്ക് അബ്സോർബർ കിട്ടുന്നത് ഇപ്പോൾ VIRന് ആ മോഡൽ MX മാർക്ക് എക്സ്ട്രാ ലൈഫിലുള്ള കമ്പനിയുടെ ഷോക്കാണ് ഇത്. കേട്ടോ, സാധനം അത്യാവശ്യം നല്ല ഒരു പ്രീമിയം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന സാധനമാണിത്. കുഴപ്പമില്ലാത്ത സാധനം. നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യണം. ചില വണ്ടികൾക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഷോക്ക് അബ്സോർബറും കൂടി ഇതിലേക്ക് മാറ്റണം. അത് ആ മൗണ്ടും മാറ്റണം.
അതുപോലെ ഷോക്ക് അബ്സോർബർ മാറ്റാൻ സ്പ്രിങ്ങും ഇതൊക്കെ പഴയ തന്നെയാണ്. ബാക്കി ബുഷ് അതിൻ്റെ ഇതിൽ വരുന്ന സ്പ്രിങ്ങിൽ വരുന്ന ഈ ഗാഡിയായിട്ടുള്ള ബുഷൊക്കെ അതൊക്കെ പഴയ തന്നെയാണ് ഇടുക. അപ്പോൾ ലോവർ ആമിൻ്റെ ബുഷ് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ കാണിച്ച ആ പുതിയ ബുഷ് മാറ്റിയിട്ടുണ്ട്. രണ്ട് സൈഡും മാറ്റിയിട്ടുണ്ട്. ഈ ഇവിടുത്തെ വരുന്ന ബുഷും മാറി, ഇവിടുത്തെ ബുഷും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് ഈ ഭാഗത്തുള്ള വരുന്ന ബുഷാണ്. അപ്പോൾ ആ അപ്പുറത്തെ സൈഡത്തെ ഷോക്കിനെ മാറിയ ലോവർ ആമിൻ്റെ ബുഷ് മാറിയിട്ടുണ്ട്. നമ്മൾ ലോവർ ആം കയറ്റി ഇനി ഈ ലോവർ ആം ഇങ്ങോട്ട് കയറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഷോക്ക് മാറേണ്ടതാണ്. ഷോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡത്തെ ഷോക്ക് ഒന്ന് പ്രസ് ചെയ്തടാ. ഷോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട റിട്ടേൺ വരുന്നില്ല, ആക്ഷൻ അങ്ങ് തീരെ ഇല്ല. കണ്ട അങ്ങോട്ട് പോയി. ഒന്ന് ഈ സൈഡ് ഞാൻ കൂടുതൽ സൗണ്ട് ഉണ്ടായിരുന്നു, റൈറ്റ് സൈഡ് ഞാൻ കൂടുതൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ഷോക്കിൻ്റെ ആ വർക്ക് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതൊന്ന് പ്രസ് ചെയ്തേ. പുതിയ ഷോക്ക് കണ്ട പ്രസ് ചെയ്ത് ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ട നല്ല ആക്ഷൻ ഉണ്ടാവും, മേലേക്ക് പൊങ്ങി വരുന്നുണ്ടോ. അപ്പോൾ ഇത്രയും ആക്ഷൻ ഉണ്ടാവണം. അതുപോലെ നമ്മൾ റൈറ്റ് സൈഡ് ഷോക്ക്, റൈറ്റ് സൈഡത്തെ സൗണ്ട് ഉള്ള കാരണമാണ് ഷോക്കും കൂടി മാറിയത്. ഷോക്ക് കുറച്ച് വീക്കാണ്. ലെഫ്റ്റ് സൈഡ് ഷോക്ക് കുഴപ്പമില്ല, അത് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ മൗണ്ടും കൂടി മാറ്റണമെങ്കിൽ ഈ മൗണ്ട് കയറ്റി ഇടണം. മൗണ്ട് രണ്ട് സൈഡും മാറുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കയറ്റിയിട്ടിട്ട് ഷോക്കിൻ്റെ 2 മൗണ്ട് മാറിയിട്ടുണ്ട്. അതാ ഇവിടുത്തെ ഈ ഒരു മൗണ്ട് മാറി, ഈ ഒരു മൗണ്ട് മാറി, 2 മൗണ്ട് മാറിയിട്ട് അപ്പോൾ ആക്ഷനൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഒന്ന് ഷെയ്ക്കൊക്കെ ഉണ്ടോ, ആക്ഷനൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ നല്ല ആക്ഷൻ ഉണ്ട് പഴയത്. അപ്പോൾ ഈ ഒരു ഷോക്ക് റൈറ്റ് സൈഡത്തെ ഷോക്ക് പുതിയ ഷോക്കുമാണ്. ലെഫ്റ്റ് സൈഡത്തെ പഴയ ഷോക്ക് തന്നെ കുഴപ്പമില്ല, വലിയ ഇത് കുഴപ്പമില്ല. പക്ഷേ മൗണ്ട് മാറിയിട്ടുണ്ട്. മൗണ്ട് നല്ല ആക്ഷൻ ഉള്ളവരുടെ ഷെയ്ക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മാറി. ഇനി നമുക്ക് വണ്ടിയിലേക്ക് പിടിപ്പിക്കാം. ടൈറോഡൻ്റ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡും ടൈറോഡൻ്റ് പോയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അയച്ചെടുത്ത് അപ്പോൾ ടൈറോഡൻ്റ് അങ്ങനെ പ്രത്യേകിച്ച് സൈഡില്ല, ലെഫ്റ്റ് റൈറ്റ് സൈഡില്ലാത്തതുകൊണ്ട് ഏത് സൈഡ് ഇടാം, രണ്ട് ഒരേ ഷേപ്പ് ഏകദേശം. അതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റും കൊറോളയുടെ ഈ ഒരു ഷേപ്പിലുള്ള സാധനമാണ് വരുന്നുണ്ടോ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ സാധനം തന്നെയാണത്, വ്യത്യാസമില്ല. കമ്പനി ചെറിയൊരു വ്യത്യാസമുണ്ട്. ടാൽബ്രോസിൻ്റെയാണ് കമ്പനി വരുന്നത്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് 2 ടൈറോഡിൻ്റെ കൂടി. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മാറിയത് പറഞ്ഞാൽ ഷോക്ക്, ഫ്രണ്ട് റൈറ്റ് സൈഡ് ഷോക്ക്, അതുപോലെ അതിൻ്റെ ഷോക്കിൻ്റെ മൗണ്ട്, സ്ട്രട്ട് എന്നൊക്കെ പറയാം. ഫ്രണ്ട് റൈറ്റ് സൈഡത്തെ സ്ട്രട്ട് അഥവാ ഷോക്ക്, അതിൻ്റെ മൗണ്ട് മാറിയിട്ടുണ്ട്. മൗണ്ട് 2 സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാറിയിട്ടുണ്ട്. അതുകൂടാതെ ടൈറോഡൻ്റ് 2 സൈഡും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും മാറിയിട്ടുണ്ട്. ടൈറോഡിൻ്റെ 2 സൈഡും അതിൻ്റെ ജോയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓടിച്ച് നോക്കുക, റഫ് റോഡിലേക്ക് ഓടിച്ച്, നമ്മൾ നേരത്തെ ഓടിച്ച അതേ റോഡിൽ തന്നെ ഓടിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റത്തെ സൗണ്ട് ഉണ്ടായിരുന്ന ആ ഒരു ഇത് എടുക്കാൻ വിട്ടുപോയി, മിസ്സായി പോയി. അത് വണ്ടി കസ്റ്റമർ വന്ന സമയത്ത് തന്നെ അത് ജസ്റ്റ് അപ്പം തന്നെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടാണ് ചെയ്തത്. ടൈറോഡിൻ്റെ ഒക്കെ കംപ്ലൈൻറ്റ് ഉള്ളത് ഞാൻ കാണിച്ചിട്ട്. അതുപോലെ ഷോക്കിൻ്റെ മൗണ്ടിനൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല പ്ലേ ഉണ്ടായിരുന്നു. അതിൻ്റെ ബുഷ് പൊട്ടിയിട്ട് ബെയറിങ്ങും ബുഷും എല്ലാം ഒന്നിച്ച് വരുന്ന മൗണ്ടാണ്. അതുകൊണ്ടാണ് അതിന് റേറ്റ് വരുന്നത് 2000 ചില്ലറയാണ് റേറ്റ് വരുന്നത്. ഷോക്കിന് അതുപോലെ വരുന്നത് പറഞ്ഞാൽ ഒരു ഷോക്കിന് 3300 വരുന്നുണ്ട്. കമ്പനിയിലാവുമ്പോൾ ഇതിലും കൂടുതലാവും, റേറ്റ് കൂടും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു പ്രീമിയം സെറ്റപ്പുള്ള ഒരു ഷോക്കാണ് ഇട്ടത്. പ്രീമിയം എന്നാൽ ഒരു മീഡിയം എമൗണ്ടുള്ള ഷോക്കാണ് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.